നന്ദി വളരെ സിമ്പിളായ ഒരു വാക്കാണ്. താങ്ക്സ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുക. ഏത് കാര്യം ചെയ്താലും, ചെറിയ കാര്യം ആരെങ്കിലും ചെയ്തു തന്നാലും, എന്തെങ്കിലും സഹായം ചെയ്തു തന്നാൽ, നമുക്ക് സാമ്പത്തികം തന്നാൽ, എന്ത് കാര്യം ചെയ്താലും, ഒരു ഫോൺ കാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മെ ഒന്ന് കൺസിഡർ ചെയ്യുന്നു, നമുക്ക് നമ്മോടൊരു കൺസേൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അത് എന്തിന്റെ രൂപത്തിൽ കിട്ടിയാലും, വസ്തുവിന്റെ രൂപത്തിൽ കിട്ടിയാലും, സമ്പത്തിന്റെ രൂപത്തിൽ കിട്ടിയാൽ, പണത്തിന്റെ രൂപത്തിൽ കിട്ടിയാൽ, അധികാരത്തിന്റെ രൂപത്തിൽ കിട്ടിയാൽ, അംഗീകാരങ്ങളുടെ രൂപത്തിൽ, എന്ത് രൂപത്തിലെങ്കിലും നമുക്കൊരു നന്മയുള്ള കാര്യം കിട്ടിയാൽ താങ്ക്സ് പറഞ്ഞേക്കുക, നന്ദി പറയുക. 1000 വട്ടം നന്ദി പറഞ്ഞു. എത്ര വട്ടം നന്ദി പറയുമോ അത്ര വട്ടവും നമ്മളുടെ ഏറ്റവും പോസിറ്റീവായുള്ള എനർജിയാണ് ഉയരുന്നത്. മോട്ടിവേഷൻ തിയറികൾ പഠിപ്പിക്കുമ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സർസൈസ് ആണ് നന്ദിയുള്ളവരായിരിക്കുക, നന്ദി പറയുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം ആര് ചെയ്തു നന്ദി താങ്ക്സ് പറയുക. അച്ഛൻ അമ്മയോട്, മക്കളോട്, ബന്ധുമിത്രാദികളോട്, ടീച്ചർമാരോട്, സാറന്മാരോട്, ബോസിനോട്, ഓഫീസിൽ എന്ത് ചെന്നാലും താങ്ക്സ് പറയുക, നന്ദി പറയുക. നന്ദി പറയുമ്പോഴുള്ള ഗുണം കേൾക്കുന്ന ആളിനും ഒരു ഭയങ്കര സന്തോഷം. അദ്ദേഹത്തെ ഓണപ്പ് ചെയ്തല്ലോ, പറയുന്ന ആളിന് സന്തോഷം, എനിക്ക് അദ്ദേഹം ചെയ്തു തന്നത് ഒരു ഗുണകരമായ കാര്യമായിരുന്നല്ലോ. അങ്ങനെ എന്ത് ചെയ്താലും താങ്ക്സ് പറഞ്ഞേക്കുക, നന്ദി പറയുക എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് തന്നെ ചെയ്യുക. ഇന്നു മുതൽ കൃത്യമായി നന്ദി പ്രാക്ടീസ് ചെയ്യുക. ഓരോരുത്തരോടും എന്ത് കാര്യം ചെയ്യുമ്പോഴും താങ്ക്സ്, താങ്ക്സ് മാഡം, താങ്ക്സ് സാർ, താങ്ക്സ് ഗുരുജി, താങ്ക്സ് ജി, താങ്ക്സ് പേര് എന്തായാലും അതൊരു താങ്ക്സ് പറയുക. അങ്ങനെ താങ്ക്സ് പറയുന്നതിലൂടെ, നന്ദി പറയുന്നതിലൂടെ നമ്മൾ ചെറിയ ആളുകളാവുകയല്ല ചെയ്യുന്നത്, വലിയ ആളുകളാവുകയാണ് ചെയ്യുന്നത്. നമ്മളിലെ വലിപ്പമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു കൊടുത്തു, ഞാൻ അദ്ദേഹത്തിന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അവർക്കത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കൊരു താങ്ക്സ് പറഞ്ഞല്ലോ എന്നുള്ള നിലയിൽ അവരുടെ മനസ്സിൽ നമ്മൾ വലിയ ആളുകളാവും. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക്സ് പറയുക, നന്ദി പറയുക. നന്ദി സൂചകമായി എന്ത് കിട്ടത്തില്ല, നമ്മെ ജനിപ്പിച്ചതിന് അച്ഛനും അമ്മയ്ക്കും നന്ദി. നമുക്ക് ആവശ്യമുള്ള സൂര്യനും ചൂടും പ്രകാശവും തരുന്നതിന് സൂര്യനോട് നന്ദി. നമുക്ക് ആവശ്യമുള്ള വെള്ളം തരുന്ന മഴയോട്, കടലിനോട്, പുഴയോട്, പ്രകൃതിയോട്, അന്നം തരുന്നവരോട്, കർഷകരോട്, നമുക്ക് ആവശ്യമുള്ള മരുന്ന് കണ്ടുപിടിച്ച് തരുന്നവരോട്, ശാസ്ത്രജ്ഞന്മാരോട്, നമ്മെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരോട്, ടീച്ചർമാരോട്, സാറന്മാരോട്, എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കും. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു, ആങ്കർ ആയിരിക്കും, ചിലപ്പോൾ ആങ്കർ ചെയ്യുന്ന ഒരാളായിരിക്കും, ഗസ്റ്റായിട്ട് മറ്റൊരാളായിരിക്കും, അത് എഡിറ്റ് ചെയ്യുന്ന വേറൊരാളായിരിക്കും, അത് അപ്ലോഡ് ചെയ്യുന്ന വേറൊരാളായിരിക്കും, അങ്ങനെ പല ആളുകളുണ്ടായിരിക്കും. എല്ലാവരോടും താങ്ക്സ് പറയുക, നന്ദി പറയുക, പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാലപാഠമായി നമ്മൾ എല്ലാവരും കൊണ്ടുപോകേണ്ടതാണ് നന്ദി എന്ന 2 അക്ഷരം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പരസ്പരം നന്ദിയുള്ളവരായിരിക്കാം.